നമസ്തേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിനെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ലക്ഷദ്വീപിനെ പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ വന്നു. അതിലൊരാൾ എഴുതിയത് പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു വന്നല്ല, നമ്മൾ മൊബൈലിൽ അവർ എനിക്ക് അയച്ചു തന്നെ അതിന് കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്താണ് ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളെന്ന്. ഫസ്റ്റ് അവർ എഴുതിയിട്ടുള്ളത് ഗോവധ നിരോധനം എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പശുക്കളെ നിരോധിച്ചതിനാണ്. പശുക്കളെ എന്ന് വെച്ചാൽ അവിടെ വളർത്തുന്നതിന് നിരോധനമുണ്ട് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം അവിടെ ഞാൻ പറഞ്ഞു കേട്ടത് ഈ ഗോമാത നിരോധനം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ വളർത്തുന്ന പശുക്കൾക്ക് കാരണം നല്ല ചെലവ് വരുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് പുല്ലും കാര്യങ്ങളും അതിനുള്ള തീറ്റയും കാര്യങ്ങളും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പശുവിനുള്ള ഫുഡ് കിട്ടുന്നില്ല. ഫുഡിനുള്ള ഇത് കിട്ടുന്നുണ്ട്, പക്ഷേ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിരോധിക്കാൻ കാരണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഫസ്റ്റ് കാര്യം. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ബീഫ് നിരോധനം. ഈ ബീഫ് നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബീഫ് നിരോധനം ഒരിക്കലും അവിടെ കൊണ്ടുവന്നിട്ടില്ല. അവിടെ ആകെ പറഞ്ഞിട്ടുള്ളത് സ്കൂളുകളിൽ നിന്നുള്ള ഭക്ഷണത്തിൽ മാംസാഹാരങ്ങൾ കൊടുക്കില്ല എന്ന് മാത്രമാണ്. അത് നിരോധിച്ചിരുന്നു എന്ന് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അത് നിരോധിച്ചത് തെറ്റല്ലേ? പക്ഷെ അത് കൊണ്ടുവന്നത് ആരാ? നമ്മുടെ മോദി സർക്കാരാണ്. കാരണം മോദി സർക്കാർ കഴിഞ്ഞ ഇതിൽ അധികാരത്തിലുള്ള സമയത്താണ് ഈ സ്കൂളുകളിൽ നല്ല ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്. അത് നമ്മുടെ കേരളത്തിൽ പോലും കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാറുള്ളത് കേന്ദ്രഭരണ പ്രദേശത്താണ് കൊടുക്കുന്നത്. അത് കൊണ്ടുവന്നതും ഇവർ തന്നെയാണ്. അവർക്ക് നിരോധിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാനുള്ളത്. അതിന് പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ നിരോധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അത് തന്നെ സംഭവം. സ്കൂളിലെ മാംസാഹാരങ്ങൾ നിരോധിച്ചത് അത് നിരോധിച്ച് എന്തിനാന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിരോധിച്ചത് അത് അവരുടെ ഒരു റൂളാണ്. കാരണം അവർക്ക് എന്ത് കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഫുഡ് സ്കൂളുകളിൽ എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കാണ്ട എന്നും അത് ആരോഗ്യ പ്രവർത്തകർ അന്വേഷിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് അത് നിരോധിക്കുകയില്ല. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സ്കൂളുകളിലും അത് ബാധകമായി വരും. ഓക്കെ, നമ്മുടെ കേരളത്തിൽ പോലും ഫുഡിൽ ഈ മാംസാഹാരങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ വലിയ ഇത് പറയണ ആവശ്യമില്ല അതിനെക്കുറിച്ച്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ തൊഴിലാളികളിലെ പിരിച്ചുവിടൽ എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. തൊഴിലാളികൾ കൂട്ടമായിട്ട് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തിയ ആളുകളല്ല. ഗവൺമെന്റ് പോസ്റ്റിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടിയവരല്ല പിരിച്ചുവിടുന്നത്. അത് താൽക്കാലികമായിട്ട് എങ്ങനെയും പറ്റിയ ആളുകളെ അതിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അത് അവര് എക്സാം എഴുതിയിട്ടോ എങ്ങനെയെങ്കിലും കയറണം. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാമും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ലക്ഷദ്വീപിൽ അങ്ങനെ ഇല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരവാദിത്വം അവർ ചെയ്യുന്നു എന്ന് മാത്രം. അതിന് ഇന്ത്യത്തെ എല്ലാ ലെവലിലും ആക്കുക എന്ന് മാത്രം. ഇന്ത്യയിൽ എങ്ങനെയാണോ ഒരു സർക്കാർ ജോലിക്ക് കയറുന്നത് അതേപോലെ തന്നെ ആക്കി മാറ്റുകയാണ്. അപ്പൊ അത് നല്ല കാര്യമല്ലേ? അതിനെതിരെയൊക്കെ ഇതാക്കാന്ന് ലക്ഷദ്വീപ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, കാര്യമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഡയറി ഫാം പൂട്ടിക്കുന്നത് എന്തിന്? ഈ ഡയറി ഫാമുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ പറഞ്ഞു ഗോമാത അങ്ങനത്തെ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിന് വളരെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവർക്ക് ഫുഡും കാര്യങ്ങളും കൊണ്ടുവരുന്നതിൽ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ കാലിത്തീറ്റ കാര്യങ്ങൾക്കൊക്കെ നല്ല ഇത് വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ടെന്ന്. പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് നമ്മളെ പ്രഫുൽ പട്ടേൽ പറയുന്നത്. അതുകൊണ്ടാണ് അവരെ ഫാം നിരോധിക്കാൻ കാരണമെന്നും പറയുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ പരമ്പരാഗത മത്സ്യഷെഡുകൾ പൊളിക്കുന്നു എന്തിനെന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ പരമ്പരാഗത മത്സ്യഷെഡുകൾ പൊളിക്കാൻ കാരണമൊന്നുണ്ട്. കാരണം അവർ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ മത്സ്യഷെഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കടപ്പുറത്തൊക്കെ നിൽക്കുന്നതാണ്. അപ്പൊ അത് കാണുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും. അപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റണമെങ്കിൽ അതൊക്കെ അവിടുന്ന് പൊളിച്ചു പോയേ പറ്റൂ. അത് കാരണം കൊണ്ടാണ് അത് പൊളിക്കാൻ കാരണം. കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പൊളിക്കുന്നു എന്നാണ് ഇത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊളിച്ചു കളഞ്ഞു വെച്ചിട്ട് അവിടെ സംഖ്യകൾ വരുമെന്നൊക്കെ വിചാരിക്കുന്നത് വളരെ വളരെ തെറ്റാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ മദ്യം കൊണ്ടുവരുന്നത് എന്തിന്? മദ്യം ഒരിക്കലും അവരെ കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ച് അവിടെ ഇതിനു മുന്നേ മദ്യം ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നഷ്ടമാണ്, തെറ്റാണ്. കാരണം അവിടെ ആദ്യം തന്നെ മദ്യമുണ്ട്. മദ്യം അവിടെ താൽക്കാലിക രീതിയിലൊക്കെ കൊടുക്കുന്നവരുണ്ട്. ആരും അറിയാതെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. മദ്യം വാങ്ങി കഴിക്കുന്നവരുമുണ്ട്. ഈ മദ്യം ഗവൺമെന്റ് രീതിയിലാണ് മദ്യം വിൽക്കുന്നത്. ഈ മദ്യം വിൽക്കുന്നതിന് നിങ്ങൾ അവിടെ മദ്യം വിൽക്കരുത് എന്ന് പറയുന്നു.
അപ്പൊ നമ്മൾ കേരളത്തിൽ മദ്യം വിൽക്കുന്നുണ്ടല്ലോ, അതിനെന്ത് നിങ്ങൾ പ്രതികരിക്കാത്തത്? ഈ കേരളത്തിൽ മദ്യം വിൽക്കാതെ നിന്നാൽ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ നിൽക്കുമല്ലോ. മദ്യം കൊണ്ട് എത്രയേറെ ആളുകളെ ഇതാണ് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ വേറെ ആക്റ്റും നമ്മളെ കേന്ദ്രത്തിന്റെ കീഴിൽപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ വേറെ രീതിയിലും കൊണ്ടുവരണം. അതിന് നിങ്ങൾ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ കേരളത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് മദ്യനിരോധനം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? അത് നിങ്ങൾ ആരും അതിന് സപ്പോർട്ട് ചെയ്യും. സേവ് കേരളം എന്ന് പറയുന്ന ഒരാളും ഇത് ചെയ്യുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പെടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് പ്രഫുൽ പട്ടേൽ എന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ചൊറിയുന്നു എന്നൊന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം അതും BJPയുടെ ഒരു അംഗത്വം ഉള്ള ഒരു പണ്ട് കാലത്ത് BJPയുടെ മന്ത്രിയായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടുത്തെ കുറേയേറെ പ്രശ്നങ്ങൾ മാറ്റാൻ ഇത് കാരണമാകും. രണ്ടാമത്തെ, മോഷണം പിടിച്ചുപാറി ഗുണ്ടായിസം ഇല്ലാത്ത നാട്ടിൽ എന്തിന് ആക്ട് നടപ്പാക്കുന്നതെന്ന്. പക്ഷെ ഈ ആക്ട് നടപ്പാക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നത്തിനല്ല. ഇനിയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കുറച്ച് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുമായിട്ട് ലക്ഷദ്വീപിന്റെ ഇതിൽ വെച്ച് ആളുകളെ പിടിച്ചു. അത് ചിലപ്പോൾ നിങ്ങൾ പറയും ലക്ഷദ്വീപിൽ നിന്നൊക്കെയല്ല, ലക്ഷദ്വീപിന്റെ ആളുകളല്ലല്ലോ പിടിച്ചത് എന്ന്. അത് ശരിയാണ്, ലക്ഷദ്വീപിന്റെ ആളുകളല്ല. പക്ഷെ വന്നിരിക്കുന്നത് ലക്ഷദ്വീപിലേക്കാണ്. ഈ ആയുധങ്ങൾ, അത്രയും ആയുധങ്ങൾ വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് എന്ന ഇതിലേക്കാണ് വന്നിരിക്കുന്നത്, കേന്ദ്രഭരണ പ്രദേശത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മയക്കുമരുന്ന് വേട്ട നടത്തി ശ്രീലങ്കയിൽ നിന്നും പിടിച്ചതോ ശ്രീലങ്കക്കാരെയാണ്. അതും വന്നിരിക്കുന്നത് ലക്ഷദ്വീപിലേക്കാണ്, അല്ലാതെ നമ്മുടെ കേരളത്തിലേക്കോ വേറെ സ്ഥലത്തേക്കല്ല. പിടിച്ചതും ലക്ഷദ്വീപിന്റെ അതിർത്തിയിൽ വെച്ചിട്ടാണ്, അല്ലാതെ ഇന്ത്യ അതിർത്തി, കേരള അതിർത്തി അങ്ങനത്തെ സ്ഥലത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിച്ചത് കൊണ്ട് തന്നെ അവിടെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ആക്ട് അവിടെ നിലവിൽ വരുന്നത്. അത് എന്ന് വിചാരിച്ച് അവിടെ ഈ തീവ്രവാദ ആക്ട് ഇല്ലെങ്കിലും ഈ ഗുണ്ട ആക്ട് നിലവിൽ വന്നു എന്ന് വിചാരിച്ച് അവിടെ ജീവിക്കുന്നവർക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ മാത്രമേ പേടിക്കാനുള്ളൂ. ഗുണ്ടാക്ട് നിലവിൽ വന്നു വെച്ചാൽ നിങ്ങൾ ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആക്ട് നിലവിൽ വന്നു എന്ന് വിചാരിച്ചു അവിടെ ജീവിക്കുന്നവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഗുണ്ടാക്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക്. പിന്നെ എന്തൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ സംവിധായകൻ സച്ച് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. കാരണം അവിടെ സിനിമ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് ആളുകൾ ഓടിച്ചു എന്ന്, കാരണം സിനിമ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്ന സമയത്ത് ഇതുപോലെ കുറെ ആളുകൾ ഇനി പ്ലേസിലേക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇതേപോലെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ ടൂറിസ്റ്റത്തിന് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുണ്ടായിട്ട് നിലവിൽ വരുന്നത് ഏറ്റവും നല്ലതാണ്. ഗുണ്ടായിട്ട് നിലവിൽ വന്നത് കൊണ്ട് തന്നെ അവിടെ കുറേയേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും മാറിക്കിട്ടും. ഇപ്പോഴുള്ള ഈ ഒരു തീവ്രവാദ സംഘടനകൾക്കുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കളയും, എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പിന്നെ അടുത്ത് പറഞ്ഞത് CAA NRC അവരുടെ പോസ്റ്റുകൾ നശിപ്പിച്ചു എന്ന്. ഈ പോസ്റ്റുകൾ എന്തിനെതിരെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ പോസ്റ്റുകൾ വെച്ചിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് ആ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നിരോധിക്കേണ്ട കടമ കേന്ദ്ര സർക്കാരിനാണ്, അല്ലാതെ കേരള സർക്കാർ പോയിട്ട് അവിടെ ഇടപെട്ടിട്ട് കാര്യമില്ല. കേരളത്തിൽ ഒരാളെല്ലാവരും പോസ്റ്റ് പൊന്തിച്ച് കാണിച്ചെന്ന് വിചാരിച്ച് അത് ഒഴിവാക്കിയില്ല. ഓക്കെ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാർ ആക്ട് പാസ്സാക്കിയ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡോ പോസ്റ്ററോ ഒഴിവാക്കേണ്ട കടമ കേന്ദ്ര സർക്കാരിനാണ്. അതിലൊന്നും ഒരാൾക്കും ഇവിടുന്ന് നമ്മളെ കേരളത്തിലുള്ളവർക്ക് പോയി ഇടപെടാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അത്രയേറെ അവിടെ ഭരിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അപ്പൊ പിന്നെ അതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ബേപ്പൂർ തുറമുഖവുമായിട്ടുള്ള ബന്ധം അവിടെ ഉപേക്ഷിക്കുകയാണെന്ന് വെച്ചാൽ ഈ ബേപ്പൂരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ മംഗലാപുരത്തേക്ക് മാറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് അവിടേക്ക് ഒന്നും കൂടി അവരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് സാധനങ്ങൾ ഇറക്കാനൊക്കെ ഉള്ളത് തുറമുഖത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും നല്ല സാധനമല്ലേ. അങ്ങനെ എത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലും സഹായം ഒന്നും കൂടി സ്പീഡിൽ കാര്യങ്ങൾ എത്താനും കാര്യങ്ങളും നല്ല രീതിയിൽ അവിടെ കൈകാര്യം ചെയ്യാനും ഒക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ നല്ല കാര്യമല്ലേ. അത് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഒഴിവാക്കി സംഘികളുടെ നാട്ടിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കല്ല. കാരണം ഇതിപ്പോ മാറ്റിയെന്ന് വിചാരിച്ചു അടുത്ത കൊല്ലം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനിയും അവിടെ സംഘികൾ വരുമോ, BJP സർക്കാർ വരുമോ? നിങ്ങൾ എന്താണ് ബുദ്ധിയില്ലാത്ത കാര്യമായിട്ട് പറയുന്നത്? ഇതൊക്കെ ഒരു കാട്ടുന്നതെന്ന് വെച്ചാൽ ഒരു വിവേചനമാണ്. കാരണം BJP ഒന്നൊരു അധികാരത്തിലോ എന്തെങ്കിലും സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ തുടച്ചു നീക്കണം, BJP ഇതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനു മുന്നേ നമ്മളെ പൗരത്വ ബില്ലിനെതിരെ സംസാരിച്ച എല്ലാവരും അത് നിരോധിച്ചോ? ഇല്ല.
അപ്പൊ പിന്നെ കർഷക ബില്ലിനെതിരെ കുറേയേറെ പോസ്റ്റുകൾ കണ്ടു. അത് നിരോധിച്ചോ? ഇല്ല. അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഹമാസ് നമ്മളെ ഇസ്രായേലിനെതിരെ കുറെ പോസ്റ്റുകളും കാര്യങ്ങളും വന്നു. അവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ സർക്കാർ വന്നു. അതോടെ അതും കഴിഞ്ഞു. അത് ഇസ്രായേലും വെടിയുദ്ധം നിർത്തി ചെയ്തു, അതും കഴിഞ്ഞു. ഇപ്പൊ വന്നിരിക്കുന്നത് ലക്ഷദ്വീപിനെതിരെയാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമാണ് എന്നൊരു ബുദ്ധി വേണം ആദ്യം. കാരണം കേന്ദ്രഭരണ പ്രദേശത്ത് എന്ത് ചെയ്യണമെന്നുള്ള അധികാരം കേരള സർക്കാരിനല്ല, കേന്ദ്ര സർക്കാരിനാണ്. അതിവിടെ നിങ്ങൾ എത്ര ടാഗുകളും ഇതും പൊന്തിച്ചെന്ന് വിചാരിച്ച് കേന്ദ്ര സർക്കാർ അത് ഒഴിവാക്കില്ല. കേരള സർക്കാരിന് ഇടപെടാനുള്ള കഴിവുമില്ല ഇത്. ഓക്കെ, കേരള സർക്കാരിന് ഇടപെടാനെങ്കിൽ അത് കേരളത്തിലാകണം. കേരളത്തിലും പോലും അത് അധികാരം കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ അധികാരം കേരള സർക്കാരിനുള്ളൂ. കാരണം കേന്ദ്രമാണ് ഇവിടെ നമ്മളെ ഇന്ത്യ മൊത്തം ഭരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. ആ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലാണ് കേരള ഗവൺമെന്റ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി മാത്രം സംസാരിക്കാൻ നിൽക്കുക. അല്ലാതെ ഈ പോസ്റ്റ് കണ്ട് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് BJP സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് അവരെ അവിടെ നിന്നും തുടച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് സംഘികളെ ഞങ്ങൾ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ വേറെ ഫോട്ടോ ഞാൻ കുറച്ച് കണ്ടു, ഒരു 2 ഫോട്ടോ കണ്ടു. കുറച്ച് കാലം കഴിഞ്ഞാൽ പോസ്റ്ററുകൾ കണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെ എന്താണ് ലക്ഷദ്വീപ് ഇങ്ങനെ ആക്കിയത് കൊണ്ട് തന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ കുംഭമേളൊക്കെ നടക്കുന്ന പോലെ അത്രയും വൃത്തികെട്ട സ്ഥലമായിരിക്കും ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഫുൽ പട്ടേൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ അധികാരം ഏറ്റത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അവിടെ കുംഭമേളൊക്കെ നടക്കുന്ന സമയത്തുള്ള ഈ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള വൃത്തികളുണ്ടല്ലോ അങ്ങനെ ആയി മാറുമെന്ന് പറഞ്ഞു കേട്ടു. പറഞ്ഞല്ല, ഒരു ഫോട്ടോ കണ്ടു ഞാൻ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അവിടെ ഈ പ്രഫുൽ പട്ടേൽ വന്ന് ആദ്യം ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ആദ്യം മലിനീകരണങ്ങളൊക്കെ ഒഴിവാക്കിയെന്നാണ്. അവിടെ ഒന്ന് ക്ലീൻ ആക്കി, ലക്ഷദ്വീപ് ഒന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു എന്നാണ് ആദ്യത്തെ പ്രവൃത്തി ചെയ്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാത്ത മാത്രമേ ഉള്ളൂ. ലക്ഷദ്വീപിൽ ചെന്നിട്ട് ആദ്യം ചെയ്തത് തന്നെ ലക്ഷദ്വീപ് ക്ലീൻ ആക്കുക ചെയ്തത്. അതിനുശേഷമാണ് ഈ ആക്റ്റുകളെല്ലാം പാസ്സാക്കിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞൊരു കാര്യം കൂടെ, ലക്ഷദ്വീപിൽ കൊറോണ വൈറസ് കൂടാൻ കാരണം ഈ പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ വന്നത് കൊണ്ടാണ് എന്ന്. അഡ്മിനിസ്ട്രേറ്റർ ഇളവ് കൊടുത്തത് കൊണ്ടാണ്. ഈ ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള സർക്കാർ എന്തൊക്കെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? അപ്പൊ നമ്മൾ കേരള സർക്കാരിന് ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുന്ന കേരളത്തിൽ കൊറോണ വൈറസ് കൂടുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മളെ ഒരു സ്ഥലമല്ലാത്ത പോലെ ലക്ഷദ്വീപിന്റെ ദ്വീപിലേക്ക് ഉള്ള പ്രശ്നം നടക്കുമ്പോൾ അവിടെ കൊറോണ വൈറസ് കൂടുന്നതിന് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെ ഇളവുകൾ കൊടുത്തു? കാരണം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു, ഒരാൾ കൂടിയൊക്കെ പോയിക്കണം അവിടെ ഒക്കെ കണ്ടുപിടിക്കുന്നതായിരുന്നു. ഇപ്പൊ അതൊക്കെ നീട്ടി ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീരെ വയ്യെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ പോലും ഒരാൾ അറിയുന്നത് പോലില്ല അവർക്ക് അസുഖമുണ്ട് എന്ന്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്, അസുഖം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ അറിയുന്നില്ല, അടുത്ത വീട്ടുകാർ പോലും അറിയുന്നില്ല ഇപ്പോഴത്തെ. എന്നിട്ടാണ് നിങ്ങൾ അവിടെ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപ് എന്നൊരു സ്ഥലത്ത് ഈ കൊറോണ വൈറസ് കൂടാൻ ഈ പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യം നമ്മളെ കേരളത്തെ രക്ഷിക്കാൻ നോക്കൂ, എന്നതിന് ശേഷം നമുക്ക് ലക്ഷദ്വീപിൽ പോയി രക്ഷിക്കാം. കാരണം കേരളത്തിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി സേവ് ലക്ഷദ്വീപ്, സേവ് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. കാരണം കേരളത്തിൽ കൊറോണ വൈറസ് ഓരോ ദിവസവും കഴിയുന്നവർ കൂടിക്കൂടി വരികയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും കൂടിക്കൂടിക്കുക. അതിനൊരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും ടാഗ് ചെയ്യുന്നതോ ഇതോ കണ്ടില്ല. അതുപോലെ തന്നെ മദ്യഷാപ്പുകൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ്. അത് നിരോധിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലൊരു സേവ് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ആരും കണ്ടില്ല. സിനിമാ നടന്മാരും പല ആളുകളും ടാഗ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സർക്കാർ BJP സർക്കാരിന്റെ അധികാരത്തിൽ നിന്നും ഇടിച്ചു തീർക്കണം അങ്ങനെ ഒരു ചിന്തയിലൂടെ മാത്രം നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്. കാരണം BJP സർക്കാർ നിലവിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJP സർക്കാരിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും കാവ്യവൽക്കരിക്കില്ല. അതൊരിക്കലും അവിടെ ഹിന്ദുക്കൾ മാത്രമായി തീരില്ല. 91% മുകളിൽ മുസ്ലിമുകളാണെന്ന് നമുക്ക് തന്നെ അറിയാം. അവിടെ ഉള്ളവർക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാം. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും ഇടപെടുന്നില്ല. ഈ ബീഫ് നിരോധനം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പറയാത്തൊരു കാര്യമാണ്. അതൊന്നും എടുത്ത് പറയരുത്. കാരണം ബീഫ് നിരോധനം ഒന്നും അവിടെ സംഭവിച്ചിട്ട് പോലും കൊണ്ടുവന്നിട്ട് കൂടിയില്ല. അവിടെ ആകെ കൊണ്ടുവന്നത് മത്സ്യാഹാരങ്ങൾ
മാംസാഹാരങ്ങൾ സ്കൂളുകളിൽ വിതരണം ചെയ്ത് നിർത്തിവെച്ചു. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് ഈ ഡാം ഇതൊക്കെ ഫാമുകളൊക്കെ നടത്തുന്നവരെ ഒന്ന് തൽക്കാലം അത് നിർത്തലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അവരെ ഇതുവരെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് ഒന്നും ചിന്തിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറയുന്നതും കേട്ടിങ്ങാണ്ട് ഇത് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യും, മാക്സിമം ഷെയർ ചെയ്യും. താങ്ക് യു.